യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാം തിരുവചനം. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പുതിയൊരു ദിവസം പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ഈ വചനം സ്വീകരിക്കാം. തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. ആകാശത്തിലും ഭൂമിയിലും നമ്മളെ സഹായിക്കുവാൻ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് പിതാവേ എന്ന് വിളിക്കുന്ന സർവശക്തനായ ദൈവമാണ്. ആ ദൈവം നമ്മളോട് വ്യക്തമായി പറയുകയാണ്, ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി ആരെല്ലാം കഴിയുന്നു, ആ ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവപരിപാലനയിലാണ് ഞാൻ ആശ്രയിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആരെല്ലാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു, അവരെ ഏത് നിമിഷവും സഹായിക്കുവാൻ തയ്യാറായി ദൈവത്തിൻ്റെ കണ്ണുകൾ ഭൂമിയിലുടനീളം പായുന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സഹായിക്കുവാൻ മനസ്സോടെ ഏത് നിമിഷവും സഹായം കൊടുക്കണമെന്ന ആഗ്രഹത്തോടെ തൻ്റെ മക്കൾക്ക് വേണ്ടി സ്നേഹനിധിയായ പിതാവ് കണ്ണിലെണ്ണയുമൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു ചിത്രം. ആ ദൈവത്തെയാണ് പിതാവേ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ ദൈവം നിൻ്റെ ജീവിതത്തിലുടനീളം നിന്നെ സഹായിക്കുവാൻ തയ്യാറായി നിൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ആകുലതകൾ മാറ്റി ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തിനോ ലോകത്തിലുള്ള ഒരു ശക്തിക്കോ എന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുന്നിൽ അടിയറ വെച്ചുകൊണ്ട് ആ ദൈവത്തെ നിഷ്കളങ്കമായി നമുക്ക് സ്നേഹിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സ്നേഹനിധിയായ പിതാവ് ഇന്ന് നിങ്ങൾക്കത് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദർശനങ്ങളാലും അടയാളങ്ങളാലും അനുഗ്രഹങ്ങളാലും അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളായി ദൈവം തിരഞ്ഞെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം അനുഗ്രഹമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലൗകിക ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ, ലൗകിക കാര്യങ്ങൾ മാത്രം നേടുവാൻ ആഗ്രഹിക്കാതെ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള പൂർണ്ണ ആഗ്രഹത്തോടുകൂടി ദൈവസന്നിധിയിൽ തലകുമ്പിടാം, എളിമപ്പെടാം. സ്നേഹനിധിയായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.